വിഴിഞ്ഞം തുറമുഖത്തിനുള്ള ലയബിലിറ്റി ഗ്യാപ് ഫണ്ടിൽ കേരളത്തോട് കേന്ദ്രം വിവേചനം കാണിക്കുന്നുവെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ. കേന്ദ്രം നൽകുന്ന 817 കോടിക്ക് പകരം 12,000 കോടി രൂപ സംസ്ഥാനം തിരിച്ചടയ്ക്കണം. തൂത്തുക്കുടിക്ക് നൽകുന്ന സഹായം കേരളത്തിന് ലഭിക്കുന്നില്ല എന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള എംപവേർഡ് കമ്മിറ്റി തന്നെ ശുപാർശ ചെയ്താണ് ആ ഫണ്ട് 817.80 കോടി രൂപ നമുക്ക് VGF ആയി തരണമെന്നുള്ളത്. ആ തരണമെന്നുള്ളതാണ് പിന്നീട് അതിൻ്റെ നിലപാട് മാറ്റി അത് ലോണാക്കി മാറ്റും എന്ന നിബന്ധന വന്നത്. ആ തിരിച്ചടയ്ക്കേണ്ടത് ഇവർ ആ കരാറുണ്ടാക്കുമ്പം തന്നെ അതിനകത്ത് വെച്ചിരിക്കുന്ന വിചിത്രമായ 2 ക്ലോസ്. ഒന്ന് 817.80 കോടി രൂപ ഇങ്ങോട്ട് തരുമ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റും ബാങ്കും അദാനിയുമായി ബന്ധപ്പെട്ട് അങ്ങ് പോവുകയുള്ളൂ, നമുക്കൊന്നും അറിയില്ല. അതേസമയം തിരിച്ചടവ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും മാത്രമായിട്ടാണ് കരാർ. അത് തിരിച്ചടയ്ക്കുമ്പോഴാകട്ടെ നമ്മൾ കൊടുക്കേണ്ട പീരീഡ് എത്തുമ്പോഴേക്ക് 12,000 കോടി രൂപ വരും. ആ 12,000 കോടി രൂപയും നമ്മൾ അടയ്ക്കണം എന്ന രൂപത്തിലേക്കാണ് ആ പുതിയ നിബന്ധന വരുന്നത്. അതേസമയത്ത് തൂത്തുക്കുടി തുറമുഖത്തിന് 1,240 കോടി രൂപ കൊടുത്തപ്പോൾ ഈ ഒരു നിബന്ധനയില്ല, അത് കൃത്യമായി അവർക്ക് കൊടുക്കുകയാണ്.